ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക്ക് 7ാം ക്ലാസ്സിലെ 7ാമത്തെ ചാപ്റ്ററാണ് മർദ്ദം ദ്രാവകത്തിലും വാതകത്തിലും. സോ ഇത് പി സിയിൽ ഫിസിക്സിലെ പ്രഷർ എന്ന യൂണിറ്റുമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത്. ഏറ്റവും ബേസിക്കാണ്. എല്ലാത്തിൻ്റെയും ഈ മർദ്ദത്തിൻ്റെ ഡെഫിനിഷൻ എന്താണ്, ജസ്റ്റ് കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഉള്ളത്. ഒരു കുഞ്ഞു ചാപ്റ്ററാണ്. അപ്പം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ജസ്റ്റ് നോക്കാം. ആദ്യമായിട്ട് വാതകമർദ്ദം. ഓക്കെ, അറ്റ്മോസ്ഫിയറിക് പ്രഷർ കേട്ടോ. അറ്റ്മോസ്ഫിയറിക് പ്രഷറൊക്കെ ഇതിലാണ് വരുന്നത്, വാതകമർദ്ദത്തിൽ. അപ്പോൾ ഇതിൽ എങ്ങനെയാണ് വാതകമർദ്ദം എങ്ങനെയാണ് വരുന്നത് എന്നുള്ളതാണ്. വായുവിന് ബലം പ്രയോഗിക്കാൻ കഴിയും. അത് നമ്മൾ ഓൾറെഡി മുന്നേ ഒരു ചാപ്റ്ററിൽ കണ്ടിട്ടുണ്ട്. വായുവിന് എന്ത് ചെയ്യുന്നുണ്ട്, വായു ഇപ്പം നമ്മുടെ മുകളിലുള്ള വായു ആണെങ്കിൽ താഴോട്ടേക്ക് ബലം കൊടുക്കുന്നുണ്ട്. അപ്പോൾ യൂണിറ്റ് വിസ്തീർണത്തിലുള്ള പ്രതലത്തിൽ വാതകം പ്രയോഗിക്കുന്ന ബലമാണ് ഇത് വാതക മർദ്ദം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു യൂണിറ്റ് വിസ്തീർണം എടുക്കുക. ഇപ്പോൾ നമുക്ക് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു മീറ്റർ സ്ക്വയർ ഏരിയയിൽ വായു പ്രയോഗിക്കുന്ന ബലം എത്രയാണെന്ന് കണക്കാക്കുന്നതാണ് വാതക മർദ്ദം എന്ന് പറയുന്നത്. അപ്പോൾ യൂണിറ്റ് വിസ്തീർണത്തിലുള്ള പ്രതലത്തിലുള്ള വാതകം പ്രയോഗിക്കുന്ന ബലം, ഫോഴ്സാണ് ഏത്, വാതക മർദ്ദം. അന്തരീക്ഷ വായു യൂണിറ്റ് വിസ്തീർണത്തിൽ പ്രയോഗിക്കുന്ന ബലത്തെ അന്തരീക്ഷ മർദ്ദം എന്ന് വിളിക്കുന്നു. ഓക്കെ, അപ്പോൾ അന്തരീക്ഷ മർദ്ദം എങ്ങനെ അളക്കുന്നത്? അന്തരീക്ഷ വായു യൂണിറ്റ് വിസ്തീർണത്തിൽ പ്രയോഗിക്കുന്ന ബലമാണ്. അതായത് ഒരു നിശ്ചിത വിസ്തീർണത്തിലുള്ള ഇതിനെ അടിസ്ഥാനമാക്കിയിട്ടാണ്, ആ ബലത്തെ അടിസ്ഥാനമാക്കിയിട്ടാണ് എന്ത് കണക്കാക്കുന്നത്, അന്തരീക്ഷ മർദ്ദം കണക്കാക്കുന്നത്. ജസ്റ്റ് ആ ഒരു ഇത് ഒന്ന് ഓർത്ത് പോകണം. കാരണം നമുക്ക് ഇനി അങ്ങോട്ട് ഇക്വേഷൻ വരുന്നത് ഇതിനെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ഇക്വേഷൻസ് ആണ് വരിക. അപ്പോൾ അതൊന്ന് ഈ ഒരു വാതകമർദ്ദം എങ്ങനെയാണ് കണക്കാക്കുന്നത് എന്നുള്ള അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. പ്രത്യേകിച്ച് ഇക്വേഷൻസ് പഠിക്കുമ്പോൾ ചില സമയത്ത് ഇപ്പോൾ ഡിഗ്രി ലെവലൊക്കെ എക്സാം ഒക്കെ ആണെങ്കിലും നമുക്ക് ഡയമെൻഷണൽ ഫോർമുല ഒക്കെ പഠിക്കേണ്ടി വരും. അപ്പോൾ ഡയമെൻഷണൽ ഫോർമുല പഠിക്കുന്നതാണെങ്കിൽ അതിൽ ഈ ഒരു ഇക്വേഷൻസ് ഓർമ്മ ഉണ്ടെങ്കിൽ അതെന്ത് ചെയ്യും, കുറേ കൂടി പെട്ടെന്ന് തന്നെ നമുക്ക് ഡയമെൻഷണൽ ഫോർമുല കണ്ടുപിടിക്കാൻ പറ്റും. ഇനി അടുത്തത് ബാരോമീറ്റർ. ഇത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഒത്തിരി പ്രാവശ്യം എന്ത് ചെയ്തിട്ടുണ്ട്, റിപ്പീറ്റ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. ബാരോമീറ്റർ കണ്ടുപിടിച്ചത് അന്തരീക്ഷ മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഏത്, ബാരോമീറ്റർ എന്നുള്ളത്. അന്തരീക്ഷ മർദ്ദം അളക്കാനാണ്, അന്തരീക്ഷ മർദ്ദം അളക്കാൻ വേണ്ടിയിട്ടുള്ള ഉപകരണമാണ് ബാരോമീറ്റർ. നമ്മൾ ഇതിന് മുമ്പേ ഒത്തിരി ഉപകരണങ്ങൾ പഠിച്ചിട്ടുണ്ട്. തെർമോമീറ്റർ, അനിമോമീറ്റർ ഒക്കെ പഠിച്ചതാണ്. ഇതിന് മുമ്പുള്ള ചാപ്റ്ററുകളിൽ പഠിച്ചിട്ടുണ്ട്. ഇനി വിവിധ തരം ബാരോമീറ്ററുകളുണ്ട്. വളരെ കുറേ ഡിഫറെൻറ്റ് ടൈപ്സ് ബാരോമീറ്റർ ഉണ്ട്. ആദ്യമായിട്ട് ബാരോമീറ്റർ നിർമ്മിച്ച അന്തരീക്ഷം അളന്നത് ടോറിസെല്ലി എന്ന ശാസ്ത്രജ്ഞനാണ്. അപ്പോൾ ടോറിസെല്ലിയാണ് നിങ്ങൾ ഓർത്ത് വെക്കേണ്ട ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. അന്തരീക്ഷ മർദ്ദം അളക്കാൻ വേണ്ടിയിട്ട് ആദ്യമായിട്ട് ബാരോമീറ്റർ നിർമ്മിച്ചത് ടോറിസെല്ലിയാണ്. അപ്പോൾ ടോറിസെല്ലി ഇമ്പോർട്ടൻ്റ് ആണ്. ടോറിസെല്ലി ഒരു പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അന്തരീക്ഷ മർദ്ദം അളക്കുന്ന ബാരോമീറ്റർ കണ്ടുപിടിച്ചത് ടോറിസെല്ലിയാണെന്നുള്ളത് മർദ്ദമാണ്. ഇനി അടുത്തത് നമുക്കൊരു സയൻറ്റിഫിക് എക്സ്പെരിമെൻ്റ് ഉണ്ട്. സയൻറ്റിഫിക് എക്സ്പെരിമെൻ്റ് സൈഫൺ നിർമ്മിക്കുന്നതാണ് ഇവിടെ പറയുന്നത്. സൈഫൺ നിർമ്മിക്കുന്നതെന്ന് നിങ്ങൾ പഠിക്കേണ്ട. എന്താണ് സൈഫൺ എന്നുള്ളത് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചോ. സൈഫൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോങ് ബെൻഡ് പൈപ്പ് വിച്ച് ഈസ് യൂസ്ഡ് ടു ട്രാൻസ്ഫർ ലിക്വിഡ് ഫ്രം റിസർവോയർ അറ്റ് എ ഹയർ എലിവേഷൻ ടു അനദർ റിസർവോയർ അറ്റ് എ ലോവർ ലെവൽ വെൻ ടു റിസർവോയർ ആറ്റ് സെപ്പറേറ്റഡ് ബൈ എ ഹിൽ. അതായത് ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 2 ടാങ്ക് ഉണ്ട്. ഇപ്പോൾ 2 ടാങ്കിൽ ഇപ്പോൾ ഹയർ ലെവലിലുള്ള ടാങ്കിൽ നിന്ന് ഒരു ലോവർ ലെവലിലുള്ള ടാങ്കിലേക്ക് ഈ ഒരു യു തിരിച്ചു വെച്ച ടൈപ്പുള്ള ബെൻഡ്, അങ്ങനെയുള്ള രീതിയിലുള്ള പൈപ്പാണ് ഉള്ളതെങ്കിൽ അതിനെയാണ് സൈഫൺ എന്ന് പറയുന്നത്. ആ ഒരു പൈപ്പിനെയാണ് സൈഫൺ എന്ന് വിളിക്കുന്നത്. അപ്പോൾ നോർമൽ നമുക്ക് അറിയാം, മുകളിൽ നിന്ന് താഴോട്ടൊക്കെ ജലം ഒഴുകാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് നമ്മളൊന്നും കൊടുക്കണ്ട. പക്ഷേ ഇത് ബെൻഡ് ചെയ്തിട്ടുള്ള ഒരു പൈപ്പാണെങ്കിൽ അതിൽ കൂടി വെള്ളം കടക്കണമെങ്കിൽ എന്ത് ചെയ്യണം, ഒരു പ്രഷർ ഡിഫറൻസ് വേണം, ഒരു മർദ്ദത്തിൽ ചെറിയൊരു വ്യത്യാസം വേണം. അപ്പോൾ അങ്ങനെ വ്യത്യാസം ഉണ്ടെങ്കിൽ മാത്രമേ മുകളിൽ നിന്ന് താഴോട്ടേക്ക് ഈ ഒരു യു ടൈപ്പിലുള്ള പൈപ്പിൽ കൂടെ എന്ത് ചെയ്യും, താഴെയുള്ള ടാങ്കിലേക്ക് വെള്ളം എത്തും. അപ്പോൾ ആ ഒരു സെറ്റപ്പിനെയാണ് സൈഫൺ എന്ന് വിളിക്കുന്നത്. ഇത് നിങ്ങൾക്ക് ചിത്രത്തിൽ കാണാൻ പറ്റും. ഇതാണ് സൈഫൺ എന്ന് ഉദ്ദേശിക്കുന്നത്. യു ടൈപ്പിലുള്ള ഇങ്ങനെയുള്ളൊരു പൈപ്പാണ് സൈഫൺ. അത് ജസ്റ്റ് നോർത്ത് വെച്ചാൽ മതി സൈഫൺ എന്താണെന്നുള്ളത് മാത്രം. എങ്ങനെയോ ചോദിക്കാനുള്ള രീതി എങ്ങനെയാണെന്ന് പറയാൻ പറ്റില്ല. എന്നാലും നമ്മൾ സൈഫൺ എന്നുള്ളത് ജസ്റ്റ് ഒന്ന് ഓർത്തും. ഇനി അന്തരീക്ഷ അടിസ്ഥാനമാക്കിയിട്ട് പ്രവർത്തിക്കുന്ന ഉപകരണമാണ് സൈഫൺ. അതാണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ സൈഫണിൻ്റെ പ്രവർത്തന തത്വം ഏതോ അടിസ്ഥാനമാക്കിയിട്ടാണെന്ന് ചിലപ്പോൾ ചോദിക്കാം. അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആണ്. സൈഫൺ മനസ്സിലാക്കി വെക്കുന്നത് ആ ഒരു പിക്ചർ മൈൻഡിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അന്തരീക്ഷ മർദ്ദമാണെന്നുള്ളത് കിട്ടും. സൈഫണിൻ്റെ അതായത് അന്തരീക്ഷ മർദ്ദത്തിലുള്ള വ്യത്യാസം കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ആ ഒരു പൈപ്പിലൂടെ ജലം കയറിയിട്ട് താഴോട്ടേക്കുള്ള ആ ടാങ്കിലേക്ക് എന്ത് ചെയ്യുന്നത്, എത്തുന്നത്. അപ്പോൾ അന്തരീക്ഷ മർദ്ദം അടിസ്ഥാനമാക്കിയിട്ട് പ്രവർത്തിക്കുന്ന ഒത്തിരി ഉപകരണങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ അന്തരീക്ഷ മർദ്ദം അടിസ്ഥാനമാക്കിയിട്ടാണ് അത് പ്രവർത്തിക്കുന്നുള്ള എന്ത് ചെയ്യണം, ജസ്റ്റ് ഒന്ന് മൈൻഡിൽ വെക്കണം. അപ്പോൾ അങ്ങനെയുള്ള ഉപകരണങ്ങളിൽ പെട്ടെന്നാണ് ഇതൊക്കെ. ഒന്ന് സിറിഞ്ച്, അന്തരീക്ഷ മർദ്ദത്തെ അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്നതാണ്. സ്ട്രോ, അതേപോലെ ഡ്രോപ്പർ, നിങ്ങൾക്ക് പിക്ചറിലുണ്ട്, എല്ലാത്തിൻ്റെ പിക്ചേഴ്സ് അവിടെ ഉണ്ട്. അപ്പോൾ ഈ സിറിഞ്ച്, സ്ട്രോ, ഡ്രോപ്പർ, അതേപോലെ സൈഫൺ, ഇത് 4 എന്ത് ചെയ്യണം,
ഇമ്പോർട്ടൻ്റ് ആണ്, അത് ഓർത്ത് വെക്കണം. അന്തരീക്ഷ മർദ്ദം അടിസ്ഥാനമാക്കിയിട്ടാണ്. നമ്മളോട് ഇടയ്ക്ക് ഇങ്ങനെ ഉള്ള രീതിയിൽ ചോദിക്കാറുണ്ട്, ഓരോ തത്വം ഏത് അടിസ്ഥാനമാക്കിയിട്ടാണ് ആ ഒരു ഉപകരണം വർക്ക് ചെയ്യുന്നതെന്നുള്ള രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. ഇനി ഇതിൽ ബെർണോളിസ് പ്രിൻസിപ്പിൾ, ബെർണോളിസ് തത്വം ഏറ്റവും ബേസിക് ആണ് കേട്ടോ. ഇതല്ല, നമുക്ക് ബെർണോളിസ് തത്വം ഇനി കുറച്ചുകൂടെ എടുക്കാനുണ്ട്. അതായത് വായു വേഗത്തിൽ ചലിക്കുമ്പോൾ എന്ത് ചെയ്യും? മർദ്ദം കുറയും. വായു സ്പീഡിൽ ചലിക്കുമ്പോൾ മർദ്ദം കുറയാണ് ചെയ്യുക. ഈ തത്വം വിശദീകരിച്ചത് ബെർണോളി എന്ന ശാസ്ത്രജ്ഞനാണ്. അതിനാണ് ഈ ഒരു തത്വത്തെയാണ് ബെർണോളി തത്വം, ബെർണോളിസ് പ്രിൻസിപ്പിൾ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇതൊരു ജസ്റ്റ് ഒരു സ്റ്റാർട്ടിംഗ് ആണ്. നമുക്ക് ബെർണോളിസ് പ്രിൻസിപ്പിൾ കുറച്ചധികം നോക്കാനുണ്ട്. കാരണം അത് വെച്ച് പ്രവർത്തിക്കുന്ന കുറച്ച് പ്രവർത്തന തത്വങ്ങളൊക്കെ പഠിക്കാനുണ്ട്. മാത്രമല്ല വേറൊരു ടൈപ്പ് ഡെഫിനേഷൻ ഉണ്ട്, അത് മിക്കവാറും വേറെ ചാപ്റ്ററിൽ വരാനാണ് ചാൻസ്. അപ്പോൾ ഇനി ഹയർ ക്ലാസ്സിൽ എത്തുമ്പോൾ വരും. ഇനി അടുത്തത് ദ്രാവക മർദ്ദമാണ്. അപ്പോൾ ഇതുവരെ പറഞ്ഞത് നമ്മൾ വായു മർദ്ദമായിരുന്നു, അല്ലെ? വായു മുകളിലുള്ള വായു താഴോട്ട് എന്ത് ചെയ്യുന്നുണ്ട്? മർദ്ദം ചൊലുത്തുന്നുണ്ട്, താഴോട്ടൊക്കെ മർദ്ദം ചൊലുത്തും. അതായത് വായു ചൊലുത്തുന്ന മർദ്ദമായിരുന്നു ഇതുവരെ അറ്റ്മോസ്ഫിയർക്ക് പ്രഷർ എന്നുള്ള ഈ ഒരു ഭാഗത്ത് പഠിച്ചത്. ഇനി നമ്മൾ പഠിക്കുന്നത് ദ്രാവക മർദ്ദമാണ്, ലിക്വിഡ് പ്രഷറാണ്. സോ ഇതിൽ ഒരു ദ്രാവകം പ്രയോഗിക്കുന്ന മർദ്ദത്തിനാണ് ദ്രാവക മർദ്ദം എന്ന് വിളിക്കുന്നത് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ എന്ത് ചെയ്യാം, ഒരു ബീക്കറിലേക്ക് ഇപ്പോൾ ബക്കറ്റിലെല്ലാം വെള്ളം ഒഴിച്ചതിലേക്ക് എന്ത് ചെയ്യാം, ഒരു പെന്നോ അല്ലെങ്കിൽ നിങ്ങളെ കയ്യോ താറ്റി വെക്കുമ്പോൾ നിങ്ങൾക്ക് അത് മർദ്ദം അനുഭവപ്പെടുന്നത് കൊണ്ട്, ആ ദ്രാവകം ചെലുത്തുന്ന മർദ്ദം കൊണ്ടാണ് അവിടെ മർദ്ദം പ്രഷർ അനുഭവപ്പെടുന്നത്. അതാണ് ലിക്വിഡ് പ്രഷർ അല്ലെങ്കിൽ ദ്രാവക മർദ്ദം എന്നുള്ളത്. അപ്പോൾ ഇതിൽ ദ്രാവക ഉപരിതലത്തിൽ നിന്നുള്ള ആഴം കൂടുന്തോറും എന്താണ്? ദ്രാവക മർദ്ദം കൂടി വരികയാണ് ചെയ്യുക. വെരി ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു പോയിന്റ് ഇമ്പോർട്ടൻ്റ് ആണ്, അത് ഓർത്തക്കണം. ഉപരിതലത്തിൽ നിന്ന് ഇപ്പോൾ നമുക്ക് നിങ്ങളൊരു ഗ്ലാസ് ഉപരിതലത്തിൽ നിന്ന് താഴോട്ട് പോകുന്നവർ എന്താണ്? ആഴം കൂടുന്തോറും ദ്രാവക മർദ്ദം കൂടി വരികയാണ് ചെയ്യുക. ആഴം കൂടുന്തോറും ദ്രാവക മർദ്ദം എന്ത് ചെയ്യും? കൂടി വരും. അപ്പോൾ ആ ഒരു പോയിന്റ് വെരി ഇമ്പോർട്ടൻ്റ് ആണ്, അത് എന്ത് ചെയ്യണം? ഒന്ന് ഓർത്തക്കണം. ഇനി ദ്രാവക മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഇത് മർദ്ദ മാപ്പിനി. ഏത് മർദ്ദം? ദ്രാവക മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് മർദ്ദ മാപ്പിനി എന്നുള്ളത്. മർദ്ദ മാപ്പിനിയും ഓർത്തോക്കാം. ഇത്രയാണ് ഈ ഒരു ചാപ്റ്ററിലുള്ള മെയിൻ പോയിന്റ്സ്. ഞാൻ പറഞ്ഞല്ലോ, ഇതിലൊരു 4-5 പോയിന്റ്സ് മാത്രമേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൂ. പക്ഷെ അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് ആണ്. ഇനി അങ്ങോട്ട് ഇതിൻ്റെ തന്നെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് വരിക. പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞ ബെർണോളിസ് പ്രിൻസിപ്പിളും അതേപോലെ ദ്രാവക മർദ്ദം പ്രയോജനപ്പെടുത്തുന്ന കുറേ സന്ദർഭങ്ങളുണ്ട് നമ്മുടെ ലൈഫിൽ തന്നെ. അപ്പോൾ അതൊക്കെ ഇനി അങ്ങോട്ട് എന്ത് ചെയ്യും? അങ്ങോട്ട് ഇനിയുള്ള ചാപ്റ്റേഴ്സിൽ വരും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അങ്ങനെ വരുന്ന ചാപ്റ്റേഴ്സിൽ വെച്ചിട്ട് അത് പഠിക്കാം. ഇനി നമുക്ക് വരാൻ പോകുന്നത് മിക്കവാറും ബയോളജിയിലെ ടോപ്പിക്കാണ്. അടുത്ത ക്ലാസ്സിലെടുക്കാം.